എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അനന്തമായ ഈ പ്രപഞ്ചത്തിൽ ഈ കൊച്ച് ഭൂമിയിൽ മാത്രമായിരിക്കുമോ ജീവൻ രൂപം കൊണ്ടിട്ടുള്ളത്? അതോ നമുക്കുമപ്പുറം മറ്റൊരു ലോകത്ത് ആരെങ്കിലും നമ്മെ നോക്കി ഇരിക്കുന്നുണ്ടാകുമോ? വർഷം 1977 ഓഗസ്റ്റ് 15 രാത്രി, കൃത്യം സമയം 10:16. ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു റേഡിയോ ടെലിസ്കോപ്പ് അത്തരമൊരു സൂചന ലോകത്തിന് നൽകുകയുണ്ടായി. വെറും 72 സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ഒരു വിചിത്രമായ സിഗ്നൽ. അത് കണ്ട ശാസ്ത്രജ്ഞൻ ആവേശത്തോടെ തൻ്റെ ഡേറ്റാ ഷീറ്റിൽ ഒരു വാക്ക് കുറിച്ചു: വാ. അന്നു മുതൽ ഇന്നുവരെ ശാസ്ത്രലോകത്തിന് ഇതിലും വലിയൊരു കടങ്കഥ വേറെയില്ല. എന്തായിരുന്നു ആ സന്ദേശം? അത് ശരിക്കും അന്യഗ്രഹ ജീവികൾ നമുക്ക് അയച്ചതായിരുന്നോ? ഒഹായോയിലെ ബിഗ് റേഡിയോ ടെലിസ്കോപ്പ് ബഹിരാകാശത്തു നിന്നുമുള്ള ശബ്ദങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അക്കാലത്ത് സെതി അഥവാ സെർച്ച് ഫോർ എക്സ്ട്രാടെറസ്ട്രിയൽ ഇൻ്റലിജൻസ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിരുന്നു ഈ പ്രവർത്തനം. ജെറിയാർ എഹ്മാൻ എന്ന ശാസ്ത്രജ്ഞൻ കമ്പ്യൂട്ടർ പ്രിൻ്റൗട്ടുകൾ പരിശോധിക്കുന്നതിനിടയിൽ ഞെട്ടുകയുണ്ടായി. അക്ഷരങ്ങളും അക്കങ്ങളും ചേർന്ന ഒരു വിചിത്രമായ ക്രമം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. 6EQUJ5. ഇതൊരു രഹസ്യ കോഡായിരുന്നു. റേഡിയോ തരംഗങ്ങളുടെ തീവ്രത സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന രീതിയായിരുന്നു. സാധാരണ ബഹിരാകാശത്തു നിന്നുമുള്ള തരംഗങ്ങൾ 1 അല്ലെങ്കിൽ 2 എന്ന് തീവ്രത കാണിക്കുമ്പോൾ ഈ സിഗ്നൽ അക്ഷരമാലയിലെ യു, അതായത് 30-ലധികം മടങ്ങ് കൂടുതൽ തീവ്രത രേഖപ്പെടുത്തി. ആ തരംഗത്തിൻ്റെ പ്രത്യേകതകൾ കണ്ടാണ് ജെറി ആവേശത്തോടെ വശത്ത് വാവ് എന്ന് വട്ടം വരച്ച് എഴുതിയത്. എന്തുകൊണ്ടാണ് ഇതൊരു സാധാരണ ബഹിരാകാശ ശബ്ദമല്ല എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നത്? അതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ടായിരുന്നു. ഈ സിഗ്നൽ വന്നത് 1420 മെഗാഹെർട്സിലായിരുന്നു. ഇത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആവൃത്തിയാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും സാധാരണമായ മൂലകം ആയതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള ജീവികൾ സന്ദേശം അയക്കുവാൻ തിരഞ്ഞെടുക്കുവാൻ സാധ്യതയുള്ള ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജാണിതെന്ന് ശാസ്ത്രലോകം വിശ്വസിക്കുന്നു. ഇത് ഭൂമിയിലെ റേഡിയോ സ്റ്റേഷനുകളിൽ നിന്നോ ഉപഗ്രഹങ്ങളിൽ നിന്നോ ഉണ്ടായതല്ല എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. ഇത് വന്നത് സജിറ്റാറിയസ് നക്ഷത്ര സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ആയിരുന്നു. ബിഗ് ടെലിസ്കോപ്പിന് ഒരു നിശ്ചിത ഭാഗത്തേക്ക് നോക്കുവാൻ കഴിയുന്ന പരമാവധി സമയം 72 സെക്കൻഡായിരുന്നു. ഈ സിഗ്നൽ കൃത്യം ആ 72 സെക്കൻഡുകൾ മാത്രം നീണ്ടു നിന്നു. എന്നാൽ ഇതിനു പിന്നിൽ അന്യഗ്രഹ ജീവികൾ തന്നെയാണോ? വർഷങ്ങളോളം ഇതിന് പല വിശദീകരണങ്ങളും വന്നു. 2017 ആൻ്ററോണിയോ പാരിസ് എന്ന ശാസ്ത്രജ്ഞൻ വാദിച്ചത് ക്രിസ്റ്റൻസൻ, ഗിബ്സ് എന്നീ 2 വാൽ നക്ഷത്രങ്ങളിൽ നിന്നുള്ള ഹൈഡ്രജൻ മേഘങ്ങളാകാം ഈ സിഗ്നലിന് കാരണം എന്നായിരുന്നു. പക്ഷെ പല പ്രമുഖ ശാസ്ത്രജ്ഞരും ഈ വാദത്തെ തള്ളിക്കളഞ്ഞു. കാരണം വാൽ നക്ഷത്രങ്ങൾക്ക് ഇത്ര വലിയ തീവ്രതയിലുള്ള സിഗ്നലുകൾ പുറത്തുവിടുവാൻ സാധിക്കുകയില്ല. മറ്റൊരു നിഗൂഢത എന്തെന്നാൽ ഈ സിഗ്നൽ അതിനുശേഷം പിന്നീട് ഒരിക്കൽ പോലും കേട്ടിട്ടില്ല എന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് അനേകം തവണ ആ ഭാഗത്തേക്ക് നിരീക്ഷിച്ചെങ്കിലും നിശബ്ദതയായിരുന്നു ബലം. അടുത്ത കാലത്തായി നടന്ന ചില പഠനങ്ങൾ പറയുന്നു സൂര്യനെപ്പോലെയുള്ള ഒരു നക്ഷത്രം ആ ഭാഗത്ത് ഉണ്ടെന്നുള്ളതാണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 1800 പ്രകാശ വർഷങ്ങൾ അകലെ അവിടെ ഒരു ഗ്രഹമുണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടെ നിന്നും അയച്ചതാകാം ഈ സന്ദേശം. നമ്മൾ അയക്കുന്ന റേഡിയോ സന്ദേശങ്ങളും ഇത്തരത്തിൽ മറ്റൊരു ഗ്രഹത്തിൽ ചെന്ന് പതിച്ചേക്കാം. നമ്മൾ അവരെ തിരയുന്നത് പോലെ അവരും നമ്മെ തിരയുന്നുമുണ്ടാകാം. വോവ് സിഗ്നൽ ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്നു.
അത് അന്യഗ്രഹ ജീവികളുടെ വിരലടയാളമോ അതോ പ്രപഞ്ചത്തിലെ എന്തെങ്കിലും അറിയപ്പെടാത്ത പ്രകൃതി പ്രതിഭാസവുമാണോ? ഒരുപക്ഷെ സാങ്കേതികവിദ്യ ഇനിയും വളരുമ്പോൾ ഇതിനുള്ള ഉത്തരം നമുക്ക് ലഭിച്ചേക്കാം. അതുവരെ ഈ സിഗ്നൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നാണ്: നമ്മൾ ഈ പ്രപഞ്ചത്തിൽ തനിച്ചായിരിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ സിഗ്നലിനെ കുറിച്ചുള്ള ഈ കൊച്ചു വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ശേഷം പിന്നീട് നമുക്ക് കാണാം.